നമസ്കാരം. രാജ്യതലസ്ഥാനത്തെ വിറപ്പിച്ചു കേന്ദ്ര സർക്കാരിനെതിരെ യുവജന രോഷം. പ്രതിഷേധക്കാറ്റായി പാറ്റകൾ പറന്നിറങ്ങി. ചൂണ്ടിക്കാട്ടുന്ന ഭരണകൂട വീഴ്ചകൾക്ക് മറുപടി ലാത്തിച്ചാർജിലൂടെയോ? CJPയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തെ പേടിക്കണോ? പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയാൽ ഉയർത്തുന്ന ചോദ്യങ്ങൾ ബാക്കിയാകുമോ? സമരത്തിന്റെ ഭാവി ഇനി എന്ത്? സമഗ്രമായി നോക്കാം. ടോപ്പ് 10 ആദ്യം പ്രധാന തലക്കെട്ടുകൾ. യുദ്ധക്കളമായി ജന്തർ മന്ദർ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള CJP പ്രതിഷേധത്തിൽ വൻ സംഘർഷം. സമരപ്പന്തൽ പൊളിച്ചു. പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർക്ക് നേരെ ലാത്തിച്ചാർജും ജലപീരങ്കിയും കണ്ണീർവാതകവും. സമരക്കാരുടെ കല്ലേറിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും പരിക്ക്. പോലീസ് വാഹനം കത്തിച്ചു. കുത്തിയിരിപ്പ് സമരവുമായി അഭിജിത്ത് ദീപ്കെ. യുക്രൈൻ തീരത്ത് കപ്പൽ ആക്രമിച്ച് റഷ്യ. മലയാളി ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടു. 4 പേർ ഇന്ത്യക്കാർ. മരിച്ച മലയാളി കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയൻ. 8 പേരെ രക്ഷപ്പെടുത്തി യുക്രൈൻ സേന. ഇറാൻ അമേരിക്ക സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമം ഊർജിതം. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും വിധിച്ച് പാലക്കാട് കോടതി. പിഴത്തുക സുധാകരന്റെ മക്കൾക്ക് നൽകണം. പിഴയടച്ചില്ലെങ്കിൽ 3 വർഷം കൂടി തടവ്. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് കോടതി. സുധാകരന്റെ മക്കൾക്ക് ചെന്താമര ഭീഷണിയെന്ന് നിരീക്ഷണം. കോടതിക്ക് നന്ദി പറഞ്ഞു മക്കൾ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം അനന്തമായി നീട്ടാനാകില്ലെന്ന് ഹൈക്കോടതി. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചിട്ടും കുറ്റപത്രം വൈകുന്നതെന്തെന്ന് അന്വേഷണ സംഘത്തോട് കോടതി. 54 പേരുടെ മൊഴിയെടുത്തെന്നും 1 മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നും SIT. അയോധ്യ സംഭാവന കേസ് രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് സുപ്രീം കോടതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പാർലമെന്റ് സ്തംഭിപ്പിച്ചു പ്രതിപക്ഷം. ചോദ്യപേപ്പർ ചോർച്ച അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. അയോധ്യ സംഭാവന കൊള്ളയിലും പ്രതിഷേധം. പ്രതിപക്ഷ നടപടി സഭയുടെ മര്യാദയ്ക്ക് ചേർന്നതല്ലെന്ന് വിമർശിച്ച് സ്പീക്കർ. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ KSUവിന്റെ നിർദ്ദേശം തള്ളി മുഖ്യമന്ത്രി. നിയമന ഉത്തരവ് നേരത്തെ ഇറങ്ങിയെന്ന നിലപാടിൽ സർക്കാർ. മുഖ്യമന്ത്രിയെ നേരിട്ട് ആശങ്കകൾ അറിയിച്ചെന്ന് അലോഷ്യസ് സേവ്യർ. പ്ലീഡർ നിയമനത്തിൽ സർക്കാരുമായി ഏറ്റുമുട്ടലിനില്ലെന്ന സൂചന നൽകി KSU. നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ റാമിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നാടകീയ രംഗങ്ങൾ. അറസ്റ്റിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് കോടതി. റാമിനെ കോടതി മോചിപ്പിച്ചതിന് പിന്നാലെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയച്ചു. പോലീസ് റാമിനെ കൊണ്ടുപോയത് ബലം പ്രയോഗിച്ചെന്ന് ഭാര്യ. ലോകകപ്പ് കിരീട നേട്ടം ആഘോഷിച്ച് സ്പെയിൻ. മാഡ്രിഡ് വിമാനത്താവളത്തിൽ ടീമിന് ഗംഭീര വരവേൽപ്പ്. തോൽവിക്ക് പിന്നാലെ അർജന്റീനയിൽ പലയിടത്തും സംഘർഷം. അമേരിക്കൻ കമ്പനി കോറോ ഹെൽത്തിലെ കൂട്ട പിരിച്ചുവിടലിൽ സമവായം. പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 7 മാസത്തെ ശമ്പളം ഞായറാഴ്ചയ്ക്ക് മുമ്പ് നൽകാൻ ധാരണ. തീരുമാനം തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ. തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റും കമ്പനി നൽകും. സ്റ്റോറി ഓഫ് ദി ഡേ. ചിരട്ട അത്ര ചില്ലറക്കാരനല്ല. കോക്രോച്ച് ജനതാ പാർട്ടി സമരത്തിൽ സംഘർഷഭരിതമായി രാജ്യതലസ്ഥാനം. ബാരിക്കേഡ് മറികടന്ന് സമരക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തു. സമരക്കാരുടെ കല്ലേറിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും പരിക്കേറ്റു. പ്രതിഷേധക്കാർ പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർത്തു. ജന്തർ മന്ദറിലെ സമരവേദി പോലീസ് പൊളിച്ചു നീക്കിയതോടെ അഭിജിത്ത് ദീപ്കെ കേരള ഹൌസിന് മുമ്പിലെ റോഡിൽ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. മാർച്ചിന് മുന്നോടിയായി ജന്തർ മന്ദറിന് ചുറ്റുമുള്ള പ്രദേശം പൂർണ്ണമായും ഡൽഹി പോലീസ് നിയന്ത്രണത്തിലാക്കി വൻതോതിൽ ബാരിക്കേഡ് കെട്ടിയിരുന്നു. എന്നാൽ ജന്തർ മന്ദറിൽ നിന്ന് പുറപ്പെട്ട സമരക്കാർ പോലീസിന്റെ നിർദ്ദേശവും ബാരിക്കേഡ് മറികടന്ന് റെയിൽ ഭവന്റെ മുൻപിലൂടെ കർത്തവ്യപഥിൽ പാർലമെന്റിന് മുൻപിലേക്ക് എത്തി. ഇതോടെയാണ് സമരക്കാരെ അതിശക്തമായി സുരക്ഷാസേന നേരിട്ടത്. ലാത്തി വീശുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തു. നിരവധി വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു.
പാർലമെന്റിലേക്കുള്ള വഴികൾ അടച്ച് പ്രദേശത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തി. തുടർന്ന് വൻ സന്നാഹത്തോടെ ജന്തർ മന്ദറിലേക്ക് എത്തിയ സുരക്ഷാ സമരവേദി പൂർണ്ണമായും പൊളിച്ചു നീക്കി. അവിടെയുണ്ടായിരുന്ന സമരക്കാരെ അടിച്ചോടിച്ചു. സമരക്കാർ നടത്തിയ കല്ലേറിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും പരിക്കേറ്റു. സമരം രാജ്യതലസ്ഥാനത്ത് ക്രമസമാധാന പ്രശ്നത്തിലേക്ക് കടന്നതോടെ CJP പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി JP നദ്ദ ചർച്ച നടത്തി. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കുക, നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങളാണ് സമരത്തിൽ ചർച്ചയായി ഉന്നയിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സോനം വാങ്ചുക്കിനെ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഭാര്യ ഡോക്ടർ ഗീതാഞ്ജലി ആക്മോ വീണ്ടും ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. ഡൽഹി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലാണ് ഹർജി നൽകിയത്. സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന ആവശ്യം നേരത്തെ സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. സിംഗിൾ ബെഞ്ചിന്റെ തീരുമാനം ചോദ്യം ചെയ്തുകൊണ്ടാണ് വാങ്ചുക്കിന്റെ ഭാര്യയുടെ ഹർജി. ചികിത്സയെക്കുറിച്ച് തീരുമാനിക്കാനുള്ള വാങ്ചുക്കിന്റെയും കുടുംബത്തിന്റെയും അവകാശത്തെ നിരസിക്കുകയാണ് സിംഗിൾ ബെഞ്ച് തീരുമാനമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഡൽഹിയിലെ CJP പ്രതിഷേധത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തിരുവനന്തപുരത്തും SFI മാർച്ച്. ലോക് ഭവനിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. SFI തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിലും സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംഘർഷം കനത്തതോടെ പോലീസ് ലാത്തി വീശി. SFI തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പോലീസ് വെച്ച ബാരിക്കേഡ് പ്രവർത്തകർ മറികടക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു സംഘർഷം. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് സമരം ചെയ്തു. വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ന്യായമായ ആവശ്യമാണ്. യുക്രൈനിലെ ഒഡേസ തീരത്ത് ചരക്ക് കപ്പലിന് നേരെ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 1 മലയാളിയും 4 ഇന്ത്യക്കാരും ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടു. കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ വാലിപ്ലാക്കൽ അഖിൽ ജോയനാണ് മരിച്ചത്. ആഗോള ഭക്ഷ്യ വിപണിയെ തന്നെ ആശങ്കയിൽ ആഴ്ത്തുന്നതാണ് കരിങ്കടലിലെ പുതിയ ആക്രമണങ്ങൾ. ഗോൾഡൻ ലിയോ എന്ന ചരക്കു കപ്പലിന് നേരെയാണ് റഷ്യൻ സൈന്യം 3 ക്രൂയിസ് മിസൈലുകൾ തൊടുത്തത്. ചോളവുമായി പുറപ്പെട്ട കപ്പലിൽ ഇന്ത്യയിൽ നിന്നും സിറിയയിൽ നിന്നുമുള്ള 17 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ആക്രമണത്തിൽ കപ്പലിന് തീപിടിക്കുകയും 9 ജീവനക്കാരും ഒരു യുക്രൈനിയൻ മാരിടൈം പൈലറ്റും ഉൾപ്പെടെ 10 പേർ തൽക്ഷണം തന്നെ മരിച്ചു. മരിച്ചവരിൽ 4 പേർ ഇന്ത്യക്കാരാണ്. 8 ജീവനക്കാരെ രാത്രി മുഴുവൻ നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ യുക്രൈൻ രക്ഷാസേന പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓഷ്യൻ ഗ്രേസ് ഷിപ്പിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് തകർന്ന ഗോൾഡൻ ലിയോ. മരിച്ച മലയാളി അഖിൽ ജോയൻ കാസർഗോഡ് വെള്ളരിക്കുണ്ട് AKG നഗറിലെ ജോയൻ സാലി ദമ്പതികളുടെ ഏക മകനാണ്. റോപ്പ് പുള്ളിങ്ങിൽ വേൾഡ് റെക്കോർഡ് ഹോൾഡറാണ്. ലീവിന് നാട്ടിൽ വന്ന് വിവാഹമുറപ്പിച്ച് 1 മാസം മുൻപാണ് അഖിൽ തിരിച്ചുപോയത്. ഉച്ചയോടെ ജോലിസ്ഥലത്തു നിന്നും അഖിൽ ജോയൻ മരണപ്പെട്ട വിവരം വീട്ടുകാർക്ക് ഇമെയിൽ സന്ദേശമായി ലഭിക്കുകയായിരുന്നു. തുറമുഖ നഗരമായ ഒഡേസയ്ക്ക് നേരെ തിങ്കളാഴ്ച മറ്റൊരാക്രമണവും റഷ്യ നടത്തിയിരുന്നു. അന്ന് 3 പേർ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ മാസം മാത്രം ഒഡേസ മേഖലയിൽ റഷ്യൻ ആക്രമണങ്ങളിൽ 28 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ആഗോള ഭക്ഷ്യവിപണിയെ തന്നെ ആശങ്കയിലാഴ്ത്തുന്നതാണ് കരിങ്കടലിലെ പുതിയ സംഭവവികാസങ്ങൾ. ധാന്യക്കയറ്റുമതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന റഷ്യയും യുക്രൈനും സാമ്പത്തിക സ്രോതസ്സുകളെ ലക്ഷ്യമിട്ട് പരസ്പരം ആക്രമണം കടുപ്പിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കാൻ ശ്രമങ്ങളുമായി മധ്യസ്ഥ രാജ്യങ്ങൾ. ഇതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും നടത്തുന്ന ആക്രമണങ്ങൾ 10 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചതായാണ് റിപ്പോർട്ട്. നിലവിൽ റദ്ദാക്കിയ ഇടക്കാല വെടിനിർത്തൽ കരാർ പുനഃസ്ഥാപിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അമേരിക്കയുടെ ആക്രമണങ്ങൾക്കിടയിലും മധ്യസ്ഥർ മുഖേന നയതന്ത്ര ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ഇറാനും വ്യക്തമാക്കി. സമാധാന ചർച്ചകൾക്കായുള്ള സന്ദേശങ്ങൾ മധ്യസ്ഥർ വഴി തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു.
കുവൈറ്റിന് നേരെ ഇറാൻ വ്യോമാക്രമണ ശ്രമം നടത്തുന്നതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണ ശ്രമം ചെറുക്കുകയാണെന്നും നിലവിൽ കേൾക്കുന്ന സ്ഫോടന ശബ്ദങ്ങൾ വ്യോമ പ്രതിരോധ നടപടികളുടെ ഭാഗമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ എല്ലാ പൗരന്മാരും താമസക്കാരും ഔദ്യോഗിക സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പ്രതിരോധ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. സാഹചര്യം പൂർണ്ണ നിയന്ത്രണത്തിലാണെന്നും സുരക്ഷാ സേന ജാഗ്രതയോടെ പ്രവർത്തിച്ചു വരികയാണെന്നും അധികൃതർ അറിയിച്ചു. കേരളം കാത്തിരുന്ന വിധി. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് വിലയിരുത്തിയ കോടതി പ്രതിക്ക് മാനസാന്തരത്തിന് സാധ്യതയില്ലെന്നും നിരീക്ഷിച്ചു. ജാമ്യവ്യവസ്ഥ ലംഘിച്ചാണ് ഇരട്ടക്കൊലപാതകം നടത്തിയത്. കൊലപാതകത്തിന് ശേഷവും പ്രതിക്ക് കുറ്റബോധമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം തള്ളിയായിരുന്നു കോടതി ഉത്തരവ്. പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിച്ച കോടതി പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളി. കോടതി കുറഞ്ഞ ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അതേസമയം വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ചെന്താമരയ്ക്ക് മാനസിക പ്രശ്നമില്ലെന്ന് പറഞ്ഞ കോടതി കുറ്റക്കാരനാണെന്നറിഞ്ഞ ശേഷം പ്രതിയുടെ പ്രതികരണങ്ങൾ പരാമർശിച്ചു. പ്രതിക്ക് കുറ്റബോധമില്ലെന്നും കൃത്യമായ ക്രിമിനൽ ബുദ്ധിയുള്ള വ്യക്തിയാണെന്നും കോടതി കണ്ടെത്തി. ജില്ലാ നിയമസഹായവേദിയുടെ റിപ്പോർട്ടിന്മേലുള്ള വാദങ്ങളും കോടതി ചൂണ്ടിക്കാട്ടി. 2019 കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ സജിതയുടെ കേസും കോടതി പരാമർശിച്ചു. അതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാ പോലീസ് അതോറിറ്റീസിൻ്റെയും പ്രോസിക്യൂഷൻ സാക്ഷികളുടെയും എല്ലാവരെയും സഹകരിച്ചിട്ടാണ് ഇത്ര വലിയൊരു വിധി ഉണ്ടാക്കാൻ പറ്റിയത്. 100 പേജുകളോളം അതിനെ പറ്റിയിട്ട് ഒരു ഡിസ്കഷൻ നടത്തിയിട്ട് മാത്രമാണ് ഇത് ഒരു എയർ ഓഫ് അറസ്റ്റ് കേസസിൽ പെടും എന്നുള്ളത് നിഗമനം എത്തിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും, അതായത് കുട്ടികളുടെ റീഹാബിലിറ്റേഷനും പ്രതിയുടെ സ്വഭാവ രീതിയും സംഭവങ്ങൾ നടത്തിയ രീതിയും പിന്നെ അയാൾക്ക് ഒരു റീമോഴ്സിനോ റീഹാബിലിറ്റേഷനോ യാതൊരു സ്കോപ്പില്ല എന്നും അതിനുകൂടാതെ അയാൾ കൽപ്പിച്ചുകൂട്ടി ചെയ്തതാണ് എന്നുള്ളതടക്കം കോൾഡ് ബ്ലഡഡ് മർഡറാണ് എന്നുള്ള അടക്കം കോടതി കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. 20 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് സർക്കാർ ജോലി നൽകണമെന്നും കോടതി വ്യക്തമാക്കി. അർഹിച്ച വിധിയെന്ന സുധാകരന്റെ മക്കൾ പ്രതികരിച്ചു. കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്നും ധനസഹായം പ്രഖ്യാപിച്ചതിൽ ആശ്വാസമുണ്ടെന്നും കുട്ടികൾ പറഞ്ഞു. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ജഡ്ജിക്കായാലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത പോലീസിനായാലും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇയാൾക്ക് വധശിക്ഷ കൊടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അയാൾക്ക് ഒരു മുഖഭാവം മാറ്റമൊന്നും ഇല്ലാതെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അയാൾക്ക് ഇതിലൊന്നിനും പേടിയില്ല. അപ്പോൾ എന്തായാലും വധശിക്ഷ കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അയാൾ അനുഭവിച്ച് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണം. അതേസമയം ചെന്താമര ജയിൽ ചാടുമോ എന്ന ഭയമുണ്ടെന്നും അതിനാൽ വധശിക്ഷ അനിവാര്യമാണെന്നും മരണപ്പെട്ട സജിതയുടെ സഹോദരിയും കൂട്ടിച്ചേർത്തു. ചെന്താമര നമുക്ക് തൂക്കിക്കൊല്ലം വിധിച്ചാലേ നമുക്കൊരു സമാധാനം ഉള്ളൂ. ഇപ്പോഴും ചെന്താമര കാണുമ്പോൾ, രൂപം കാണുമ്പോൾ നമുക്ക് പേടിയാണ്, കുട്ടികൾക്കും പേടിയാണ്. അതുകൊണ്ട് ചെന്താമര തൂക്കിക്കൊല്ലണം എന്നാണ് അപേക്ഷ ഞങ്ങൾ പറയുന്നത്. അതേസമയം വിധിയിൽ തൃപ്തിയില്ലെന്നും കോടതി വിശകലനം ചെയ്തതിൽ അപാകതയുണ്ടെന്നും ചെന്താമരയ്ക്ക് നീതി തേടി മേൽക്കോടതിയിൽ പോകുമെന്നും പ്രതിഭാഗം വക്കീലും പറഞ്ഞു. കോടതി തെളിവുകൾ വിശകലനം ചെയ്തത് അതിൽ പോരായ്മയുണ്ടെന്നാണ് കരുതുന്നത്. ഈ വിധിയിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. ഞങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യും. ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി കിട്ടുമെന്ന് ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. വധശിക്ഷയാണെന്നറിഞ്ഞിട്ടും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെയാണ് ചെന്താമര കോടതി മുറിയിൽ നിന്നത്. തന്നെ പുറത്തുവിട്ടാൽ കൊലപാതകങ്ങൾ ആവർത്തിക്കുമെന്ന് ചെന്താമര പറഞ്ഞിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. 2025 ജനുവരി 27 പോത്തുണ്ടി ബോയിൻ നഗർ സ്വദേശി സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിലാണ് കോടതി ശിക്ഷാവിധി പ്രസ്താവിച്ചത്. അമൃത ന്യൂസ്, പാലക്കാട്. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം ലോക്സഭയും രാജ്യസഭയും സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. ചോദ്യപേപ്പർ ചോർച്ച അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. പ്രതിപക്ഷാംഗങ്ങളുടെ പ്രവൃത്തി സഭയുടെ മര്യാദയ്ക്ക് ചേർന്നതല്ലെന്ന് വിമർശിച്ച സ്പീക്കർ പാർലമെന്റിൽ ക്രിയാത്മക ചർച്ചകൾ നടക്കണമെന്നും രാജ്യത്തിന്റെ യുവത്വം പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിൽ ഫലപ്രദമായ ചർച്ചകൾ നടക്കണമെന്ന് വർഷകാല സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരുന്നു. രാജ്യത്തിന്റെ യുവത്വം സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഉൾപ്പെടെ പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണെന്നും രാജ്യം സാമ്പത്തിക മേഖലയിൽ മുൻപോട്ട് കുതിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. विश्व के कम ही देश हैं जहां इस प्रकार से प्राइवेट साहस हुए हैं
और भारत के युवाओं ने अंतरिक्ष में नई उड़ान भरी है, बहुत बड़ी सफलता है। और ये जो स्काईरूट स्टार्टअप है, उसमें जो नौजवान काम कर रहे हैं। എന്നാൽ സഭാ നടപടികൾ ആരംഭിച്ച നിമിഷങ്ങൾക്കകം രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷം ബഹളം ആരംഭിച്ചു. ചോദ്യപേപ്പർ ചോർച്ച, ജന്തർ മന്ദറിലെ സമരം, അയോധ്യ സംഭാവന ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങൾ അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചതോടെ സഭാ നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാനാകാതെ നിരവധി തവണ തടസ്സപ്പെട്ടു. പിന്നീട് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. सदस्यगण प्लीज आप निधन संबंधी उल्लेख के समय सदन की मर्यादाओं को, मेरी सदन में हमेशा ये अपेक्षा रहेगी सदन की परंपरा और प्रतिष्ठा को बनाए रखें. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ പ്രതിപക്ഷം അലങ്കോലപ്പെടുത്തിയെന്നും അംഗങ്ങളുടെ നടപടി സഭയുടെ മര്യാദയ്ക്ക് ചേർന്നതല്ലെന്നും സ്പീക്കർ ഓം ബിർള വിമർശിച്ചു. യുവാക്കളുടെ ഭാവി തകർക്കുന്നതാണ് ചോദ്യപേപ്പർ ചോർച്ചയെന്നും ജനങ്ങളെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും राज्यसभा प्रतिपक्ष नेता मल्लिकार्जुन खड़गे പറഞ്ഞു. लाखों बच्चों की जो भविष्य है, उनके भविष्य के बारे में मैं बात कर रहा हूं और उसके लिए आज यहाँ जंतर मंतर पे हजारों बच्चे वहां पर आए हैं. वहां लाठी चार्ज हो गया है, गवर्नमेंट मारने की कोशिश कर रही है. FCRA നിയമ ഭേദഗതി ബിൽ, വന്ദേ മാതരത്തെ അപമാനിച്ചാൽ ശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ ഉൾപ്പെടെ 7 ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിച്ച് പാസാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വർഷകാല സമ്മേളനം പ്രതിപക്ഷ ബഹളത്തിൽ പ്രക്ഷുബ്ധമാകുമെന്ന സൂചനയാണ് ആദ്യ ദിനം തന്നെ നൽകുന്നത്. അയോധ്യ സംഭാവന ക്രമക്കേടും ജന്തർ മന്ദറിലെ സമരവും അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കുമ്പോൾ പാർലമെന്റിൽ ക്രിയാത്മകമായ ചർച്ച നടക്കണമെന്നും എല്ലാ വിഷയവും ചട്ടപ്രകാരം ചർച്ച ചെയ്യാമെന്നുമാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. പാർലമെന്റിന് മുൻപിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്. ശബരിമല കട്ടിളപ്പാളി കേസിൽ 30 ദിവസത്തിനകം കുറ്റപത്രം ഫയൽ ചെയ്യാമെന്ന് SIT ഹൈക്കോടതിക്ക് ഉറപ്പ് നൽകി. സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം അനന്തമായി നീട്ടാനാവില്ലെന്ന് ഹൈക്കോടതി. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചിട്ടും കുറ്റപത്രം വൈകുന്നത് ആരാഞ്ഞപ്പോഴാണ് SITയുടെ മറുപടി. 2025 കേസിലും അന്വേഷണം തുടരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 30 ദിവസത്തിനകം ആദ്യ കേസിൽ കുറ്റപത്രം ഫയൽ ചെയ്യുമെന്നാണ് SIT ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയ സ്ഥിതിക്ക് എന്തുകൊണ്ട് കുറ്റപത്രം ഫയൽ ചെയ്യുന്നില്ല എന്ന ഹൈക്കോടതിയെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അന്വേഷണ സംഘം ഇക്കാര്യം കോടതിയെ അറിയിച്ചത്. 2019 ആദ്യ കേസിൽ 30 ദിവസത്തിനകം കുറ്റപത്രം ഫയൽ ചെയ്യും. കുറ്റപത്രം ഫയൽ ചെയ്യാൻ വൈകിയത് കൊണ്ടാണ് പ്രതികളെല്ലാവരും ജാമ്യത്തിൽ പോയത്. 2025 പുതിയ കേസ് ഫയൽ ചെയ്യണമെന്ന് ഹൈക്കോടതിയോട് SIT അഭ്യർത്ഥിച്ചിരുന്നു. SITയുടെ പുതിയ അന്വേഷണത്തിൽ 2019 കേസിന്റെ തുടർച്ചയായിട്ടാണ് 2025 കേസും കാണുന്നതെന്നാണ് SIT അറിയിച്ചിട്ടുള്ളതെന്ന് അറിയുന്നു. അതുകൊണ്ട് തന്നെ ഈ കുറ്റപത്രത്തിന്റെ അനുബന്ധ കുറ്റപത്രത്തിൽ മറ്റ് പ്രതികളെയും കൂടി ചേർത്ത് ഒരുപക്ഷെ അന്വേഷണ സംഘം കുറ്റപത്രം ഫയൽ ചെയ്തേക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആദ്യ കുറ്റപത്രം ഫയൽ ചെയ്യുവാൻ അരങ്ങൊരുങ്ങുകയാണ്. കുറ്റപത്രം താമസിക്കുന്നതിൽ ഹൈക്കോടതിയും അതിർത്തി രേഖപ്പെടുത്തിയിരുന്നു. സ്വർണം കട്ടുവെന്നും സ്വർണത്തിന്റെ പാളികൾ മാറ്റി സ്വർണം പൂശി പുതിയ പാളികൾ സമർപ്പിച്ചുവെന്നും ഹൈക്കോടതിക്കും വ്യക്തമായിട്ടുണ്ട്. തന്നെ നഷ്ടമായ സ്വർണം അതൊരു കളവ് മുതലാണ് എന്ന രീതിയിൽ തന്നെയാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. ഒരു പ്രതിയും രക്ഷപ്പെടാതിരിക്കുവാനുള്ള പഴുതുകൾ അടച്ചാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം SITയുടെ അന്വേഷണം പുരോഗമിക്കുന്നത്. 2015 പുതിയ ഭരണസമിതിയും പ്രതിയാവുന്ന രീതിയിലാണ് കേസ് മുന്നോട്ട് പോകുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. അയോധ്യ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് കേസ് രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് സുപ്രീം കോടതി. ക്ഷേത്ര ട്രസ്റ്റ് ധനകാര്യങ്ങളിൽ CBI അന്വേഷണവും ഓഡിറ്റും ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കവേ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് ഇത്തരമൊരു നിരീക്ഷണം നടത്തിയത്. കേസിൽ ഉത്തർപ്രദേശ് പോലീസ് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. അന്വേഷണം നീതിയുക്തവും സുതാര്യവുമായിരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. അന്വേഷണ സംഘത്തിന്റെ പുനഃസംഘടനാ സാധ്യതയും കോടതി തേടി. സർക്കാർ നിലപാട് അറിയിക്കണമെന്നും
നിർദ്ദേശിച്ചു. ഗവൺമെന്റ് പ്ലീഡർ നിയമന കാര്യത്തിൽ KSUവിന്റെ നിർദ്ദേശം തള്ളി മുഖ്യമന്ത്രി. നിയമന ഉത്തരവ് നേരത്തെ ഇറങ്ങിയതാണെന്ന നിലപാടിലാണ് സർക്കാർ. അതേസമയം മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ആശങ്കകൾ അറിയിച്ചതായി KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ വ്യക്തമാക്കി. എന്നാൽ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ഇനി സർക്കാരുമായി ഏറ്റുമുട്ടേണ്ടതില്ല എന്ന നിലപാട് KSU സ്വീകരിച്ചു എന്നാണ് സൂചന. ഗവൺമെന്റ് പ്ലീഡറെ മാറ്റണമെന്ന് ഇന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ അലോഷ്യസ് സേവ്യർ ആവശ്യപ്പെട്ടുവെങ്കിലും മാറ്റാമെന്ന ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിട്ടില്ല. ജിയോണ ജെയിംസ് പ്ലീഡറായി തുടരും. നിയമന ഉത്തരവ് നേരത്തെ ഇറങ്ങിയ സാഹചര്യത്തിൽ പട്ടികയിൽ ഇനി മാറ്റമില്ല എന്ന നിലപാടിലാണ് സർക്കാർ. അതേസമയം മുഖ്യമന്ത്രിയോട് ആശങ്കകൾ അറിയിച്ചുവെന്നും ഇനി സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പറഞ്ഞു. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട KSUവിന്റെ മുഴുവൻ ആശങ്കകളും കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഞങ്ങൾ അറിയിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ആശങ്കകൾ, ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പറയുമെന്നാണ് അന്നും പറഞ്ഞിരുന്നത്. സർക്കാരിൻ്റെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട ഞങ്ങൾക്കുള്ള ബോധ്യങ്ങൾ, ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ അറിവുകൾ മുഴുവൻ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ടത് സർക്കാരാണ്. സർക്കാരിനെതിരെ KSU തുറന്ന പോരിനിറങ്ങിയെന്ന രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കരുതെന്ന് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. ഇനി സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിനില്ല എന്ന നിലപാടിലാണ് KSU. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അലോഷ്യസ് സേവ്യറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KC വേണുഗോപാൽ MPക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയതായി K പ്രവീൺകുമാർ MLA. പാർട്ടിക്കുള്ളിലെ ചില അഭിപ്രായ പ്രകടനങ്ങൾ വരെ അദ്ദേഹവുമായി ചേർക്കുന്നു. രാഷ്ട്രീയ എതിരാളികളാണ് ഇതിന് പിന്നിലുള്ളത്. ജില്ലയിൽ 5 അക്കൗണ്ടുകൾക്കെതിരെയാണ് പരാതി നൽകിയത്. 4 എണ്ണം കോൺഗ്രസ് പേരിലുള്ള വ്യാജ അക്കൗണ്ടാണെന്നും പ്രവീൺകുമാർ പറഞ്ഞു. KC വേണുഗോപാലിന്റെ മാത്രം അറിയാത്തവരല്ല, അദ്ദേഹത്തെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ കോൺഗ്രസ്സുകാരൻ കൂട്ടുനിൽക്കില്ല. അത് കണ്ടുപിടിക്കണം. എനിക്കറിയാം, ഞാൻ പറയില്ലേ ഏത് അക്കൗണ്ട് ഞാൻ പറയുന്നത്. അങ്ങനെ എൻ്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് കോൺഗ്രസിൻ്റെ പേരിലടക്കമുള്ള വ്യാജ ഫേക്ക് അക്കൗണ്ടുകളാണ്. അത് പൂർണ്ണമായും കണ്ടുപിടിക്കപ്പെടണം. അല്ല, കോൺഗ്രസിനകത്തൊന്നുമില്ല. അത് വിസ്മരിക്കപ്പെടാനായി ചില റാക്കറ്റുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അത്ര എളുപ്പത്തിൽ വിസ്മരിക്കപ്പെടുന്ന ഒന്നല്ല. കാരണം അതാണ് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഇന്നലെ അദ്ദേഹം ഫോണുമായി സംസാരിച്ചു. വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹം എന്നോട് പ്രതികരിച്ചു. ഇന്ന് തന്നെ അതിന് വേണ്ട നടപടി ചെയ്തതിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് അർജന്റീന തോറ്റതിന് പിന്നിൽ KC വേണുഗോപാലാണെന്ന് പറയുന്ന എൻ്റെ പേടി അത്രയ്ക്ക് പോലും അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ഡോക്ടർ റാമിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നടന്നത് നാടകീയ രംഗങ്ങൾ. കോടതി വിട്ടയച്ചതിന് പിന്നാലെ റാമിനെ വീണ്ടും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. പിന്നാലെ വിട്ടയക്കുകയും ചെയ്തു. 2 ദിവസത്തിനകം ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയാണ് വിട്ടയച്ചത്. അതിനിടെ കോടതി വളപ്പിൽ നിന്ന് ബലം പ്രയോഗിച്ചാണ് ഉദ്യോഗസ്ഥർ റാമിനെ കസ്റ്റഡിയിലെടുത്തതെന്ന് ഭാര്യ ആരോപിച്ചു. നിതിൻ രാജിന്റെ മരണത്തിൽ പിടിയിലായ 1-ാം പ്രതി ഡോക്ടർ റാമിന്റെ കസ്റ്റഡിയിൽ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയുടെ അറസ്റ്റ് അസാധുവാണെന്ന് ചൂണ്ടിക്കാട്ടി വിട്ടയച്ചു. ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് ബോധ്യപ്പെടുത്തണമെന്ന സുപ്രീം കോടതിയുടെ വിധി പാലിക്കാതെയാണ് അറസ്റ്റ്. ഇതാണ് വിട്ടയക്കാൻ കാരണം. വിധിക്ക് ശേഷം കുടുംബത്തിനൊപ്പം കോടതി വളപ്പിലൂടെ നടന്നു നീങ്ങിയ റാമിനെ അന്വേഷണ ഉദ്യോഗസ്ഥർ ബലമായി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ് അരങ്ങേറിയതെന്നും ഉദ്യോഗസ്ഥർ ഗുണ്ടകളെപ്പോലെ പെരുമാറിയെന്നും റാമിന്റെ അഭിഭാഷകൻ ആരോപിച്ചു. ജഡ്ജി അറസ്റ്റ് ഇല്ലീഗൽ എന്ന് പറഞ്ഞു റിലീസ് ചെയ്ത പ്രതിയെ വീണ്ടും മാനദണ്ഡങ്ങൾ പാലിക്കാതെ DYSP സുധീർ കല്ലൻ ഗുണ്ടകളെ പോലെ അദ്ദേഹത്തിന്റെ ഡോക്ടറായ ഭാര്യനെ ഉന്തിയിട്ടിട്ട് പ്രതിനെ കോടതി കോമ്പൗണ്ട് ഒന്ന് പിടിച്ച് അബ്ഡക്ട് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു. അപ്പൊ പോലീസിന് നിയമങ്ങളൊന്നും അറിയില്ലേ, അല്ലെങ്കിൽ അവർക്ക് നിയമം ബാധകമല്ലേ? എനിക്കറിയില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അസ്വാഭാവിക പെരുമാറ്റത്തിൽ അഭിഭാഷകരും പകച്ചുപോയി. കോടതി വളപ്പിൽ വൈകാരികമായാണ് കുടുംബം പ്രതികരിച്ചത്. ഞങ്ങൾ ഇവരെ പ്രീ അറസ്റ്റ് ചെയ്യാൻ എന്തോ പറഞ്ഞു, അങ്ങനെ പ്രീ അറസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സർ 1 മിനിറ്റ് ഒന്ന് ഇരുന്നോട്ടെ, കഴിയുന്നില്ല നടക്കാൻ. അത് പറ്റൂല, നിങ്ങൾ മാറുന്നു പറഞ്ഞിട്ട് എന്റെ കൈയൊക്കെ തള്ളിപ്പിടിച്ചു വലിച്ച് ജീപ്പിലിട്ട് 2-3 പോലീസും പോയി. വീണ്ടും കസ്റ്റഡിയിലെടുത്ത ഡോക്ടർ റാമിനെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് നടപടികൾ പൂർത്തിയാക്കുകയാണ് അന്വേഷണ സംഘം. നാളെ കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനം. അമൃത ന്യൂസ്, കണ്ണൂർ.
നിതിൻ രാജിന്റേത് ആത്മഹത്യയല്ല കൊലപാതകമെന്ന് ആവർത്തിച്ച് പിതാവ് രാജൻ. റാമിന്റെ അറസ്റ്റ് ആശ്വാസകരമായ കാര്യമാണ്, അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്നും മകന്റെ നഷ്ടം നികത്താനാവില്ലെന്നും പിതാവ് പറഞ്ഞു. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ല, പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കണം. കണ്ണൂരിൽ നിന്ന് അന്വേഷണം അട്ടിമറിച്ചു എന്നും ഇക്കാര്യം ആഭ്യന്തരമന്ത്രിയോട് അറിയിക്കുമെന്നും നിതിന്റെ കുടുംബം പറഞ്ഞു. എൻ്റെ മകൻ സംശയാസ്പദമായി കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ കൊല ചെയ്യപ്പെട്ടു. ഇതിന് പിന്നിൽ വീണ്ടും അധ്യാപകരുണ്ട്. പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നടന്ന ഇൻസിഡൻറ്റിൽ ആരൊക്കെയാണോ പങ്കെടുത്ത അവരെല്ലാം പ്രതികളാണ്. അവരെ പുറത്തു കൊണ്ടുവരാനാണ് ഇന്ന് ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ ഞങ്ങൾ പോകുന്നത്. കാരണം ഒരു പ്രതി വന്നിട്ട് കാര്യമില്ല, മറ്റുള്ള എല്ലാ പ്രതികളും പുറത്തു കൊണ്ടുവരണം. എൻ്റെ മകൻ പഠിച്ചിറങ്ങി നല്ല ഡോക്ടറായി പോകാൻ ആഗ്രഹിച്ച എൻ്റെ പ്രിയപ്പെട്ട മകനാണ്. അവനെ അവർ കൊന്നു തള്ളി. മെയ്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മെയ്തർ ഈഗിൾസ് FC കേരള. കിരീട നേട്ടത്തിന് ശേഷം നാട്ടിലെത്തിയ സ്പാനിഷ് ടീമിന് ഗംഭീര വരവേൽപ്പ്. മാഡ്രിഡ് നഗരവീഥികളിൽ 10,000-കണക്കിന് ആരാധകരാണ് സ്പാനിഷ് പതാകയേന്തിയും ടീമിന്റെ ജേഴ്സി അണിഞ്ഞും ഒഴുകിയെത്തിയത്. പ്യൂർട്ടാഡിസോൾ ഉൾപ്പെടെയുള്ള പ്രധാന സ്കോറുകളിൽ ആളുകൾ പാട്ടുപാടിയും നൃത്തം ചെയ്തും പടക്കം പൊട്ടിച്ചും വിജയം ആഘോഷിച്ചു. എന്നാൽ ഫൈനലിൽ അർജന്റീന പരാജയപ്പെട്ടതിന് പിന്നാലെ ബ്യൂണസ് ഐറിസിൽ വ്യാപക ആക്രമം. നഗരത്തിലെ ഒബലിസ്ക സ്മാരകത്തിന് മുന്നിൽ തടിച്ചുകൂടിയ ആരാധകർ പോലീസിന് നേരെ കല്ലും കുപ്പികളും എറിഞ്ഞു. അക്രമികളെ പിരിച്ചുവിടാൻ സുരക്ഷാസേന ജലപീരങ്കി പ്രയോഗിച്ചു. അക്രമ സംഭവങ്ങളെ തുടർന്ന് ഒബലിസ്ക സ്മാരകത്തിന് ചുറ്റുമുള്ള പ്രധാന റോഡുകളും നഗരമധ്യത്തിലെ പ്രധാന പാതകളും പൂർണ്ണമായും അടച്ചു. ന്യൂജേഴ്സിയിൽ അർജന്റീനയ്ക്ക് കണ്ണീർ മടക്കം. പിഴവുകൾക്കിനി മെസ്സിയും കൂട്ടരും പഴി കേൾക്കേണ്ടി വരും. അതേസമയം കലാശക്കളിയിൽ കളിക്കളത്തിൽ കളം പിടിക്കാനാകാത്ത അർജന്റീനൻ താരങ്ങൾ തോൽവിയിൽ മാന്യത കൈവിട്ടത് വിമർശനങ്ങൾക്കിടയാക്കി. ന്യൂജേഴ്സിയിലെ സ്റ്റേഡിയത്തിൽ വാമോസ് ആരാധകരായിരുന്നു കൂടുതലും. തോൽവിയിൽ അവർ കണ്ണീരോടെ തലകുമ്പിട്ടിരുന്നു. എന്നാൽ അർജന്റീനയുടെ നെഞ്ചിൽ വെടിയുണ്ട പോലെ തറച്ച ആ ഗോളിൽ 10,000-കണക്കിന് സ്പാനിഷ് ആരാധകർ ആർത്തു വിളിച്ചു. മറുഭാഗത്ത് മൈതാനത്ത് വീണ കണ്ണുനീരിൽ പലരുടെയും ഹൃദയം നൊന്തു. ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിൽ 3 ലോകകപ്പ് ഫൈനലുകളിൽ തന്റെ രാജ്യത്തെ നയിച്ച ഏക നായകൻ എന്ന നേട്ടത്തിലും മെസ്സിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. തോൽവിയുടെ കയ്പുനീർ കുടിച്ചിറക്കി വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അയാൾ ആ ലോക കിരീടത്തെ നോക്കി. ഇത് കേവലം ഒരു മത്സരത്തിന്റെ പര്യവസാനമായിരുന്നില്ല, ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു അധ്യായത്തിന്റെ അന്ത്യമായിരുന്നു. കഴിഞ്ഞ ലോകകപ്പിൽ ഖത്തറിൽ ആഘോഷിച്ച ആ വിജയമയവിറക്കി ഓർമ്മകളുടെ ആഴങ്ങളിലേക്ക് വീണ മിശുഖയും കൂട്ടരും പുൽത്തകടിയിൽ തളർന്നിരിക്കുമ്പോൾ എവിടെയാണ് പിഴച്ചതെന്ന് സ്വയം പഴിക്കുന്നുണ്ടാകും. കാലം കരുതി വെച്ച വിധി പോലെയായിരുന്നു ഈ പര്യവസാനം. ഇനി നായകന് ഇതൊരു പാഠമാക്കാം, അല്ലെങ്കിൽ ആ പാഠം പഠിപ്പിക്കാം. പലപ്പോഴും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ കളത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്ന അർജന്റീനയുടെ ചിറകുകൾ എറിഞ്ഞത് തികച്ചും സ്പാനിഷ് മോഡലിലായിരുന്നു. അത് അറിയാതെ പോയത് സ്കലോണിയുടെ പരാജയമായി മാറി. ഒടുവിൽ ന്യൂജേഴ്സിയിൽ സ്പെയിനിന്റെ ചുവപ്പൻ വസന്തം വിരിഞ്ഞപ്പോൾ മെസ്സിയും കൂട്ടരും വിതുമ്പുന്ന ചുണ്ടുകളോടെ പിഴവുകൾ അയവിറക്കിയിട്ടുണ്ടാകാം. പന്തുരുള്ളുന്നതിന് തൊട്ടു മുൻപ് വരെ ആകാശത്ത് പ്രതീക്ഷയുടെ ആ നീലയും വെള്ളയും കലർന്ന നിറമുണ്ടായിരുന്നു. അതായിരുന്നിരിക്കാം അവരുടെ ആത്മവിശ്വാസം. പിന്നീട് പൊടുന്നനെ മാനം ചുവന്നു. ഇടിയും പേമാരിയുമായി സ്പാനിഷ് പട കുതിച്ചുകയറി. മെസ്സിയുടെയും കൂട്ടരുടെയും സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തി. 2 ലോകകപ്പ് കിരീടങ്ങൾ എന്ന അപൂർവ നേട്ടത്തിലേക്കായിരുന്നു അർജന്റീന കണ്ണുവെച്ചിരുന്നത്. എന്നാൽ ഫൈനലിൽ കളി മറന്ന അച്ചടക്കം കൈവിട്ട ഒരു സംഘത്തെയായിരുന്നു കണ്ടത്. ഫൈനൽ വിസിലിന് ശേഷവും തോൽവിയിലും പുലർത്തേണ്ട മാന്യത അവർ മറന്നുപോയത് വിമർശനത്തിന് ഇടയാക്കി. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ 48 ടീമുകളുടെ ഈ ലോകകപ്പ് അവസാനിക്കുമ്പോൾ സ്പെയിൻ തങ്ങളുടെ 2ാം ലോകകപ്പ് കിരീടം നെഞ്ചോട് ചേർക്കുന്നു. യൂറോ കപ്പിന് പിന്നാലെ ലോക കിരീടവും ചൂടി അവർ ലോക ഫുട്ബോളിന്റെ പുതിയ രാജാക്കന്മാരാകുമ്പോൾ മറുവശത്ത് ഒരു വലിയ യുഗത്തിന്റെ അന്ത്യം കുറിക്കുകയാണ്. ലയണൽ മെസ്സി ഇനി ഒരു ലോകകപ്പ് കളിക്കുമോ എന്ന ചോദ്യത്തിന് കാലം തന്നെയാണ് മറുപടി നൽകേണ്ടത്. എങ്കിലും കിരീടമില്ലാതെ കണ്ണീരോടെ തലതാഴ്ത്തി മൈതാനമിടുന്ന ആ 10ാം നമ്പർ ജേഴ്സിക്കാരന്റെ ചിത്രം ഫുട്ബോൾ പ്രേമികളുടെ നെഞ്ചിൽ വലിയൊരു നോവായി അവശേഷിക്കും.
കളി മറന്ന ഒരു ഫൈനലിന്റെ ഓർമ്മകളിൽ അർജന്റീനയ്ക്ക് ഇനി ആശ്വസിക്കാൻ ഭൂതകാലത്തെ ആ സുഖമുള്ള ഖത്തർ ഓർമ്മകൾ മാത്രം ബാക്കി. സ്പോർട്സ് ഡെസ്ക്, അമൃത TV.